നമസ്കാരം. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ എത്തിയിരിക്കുന്നു. അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ന് ഖത്തറിലെത്തി ഖത്തർ എമിറുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ന് ഏപ്രിൽ 16 വ്യാഴാഴ്ച. നമുക്ക് എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ എന്ന് നോക്കാം. ഇന്ന് നല്ലൊരു വാർത്തയായിട്ട് നമുക്ക് തുടങ്ങാം. കാരണം ഇസ്രായേലും ലെബനനുമായി 10 ദിവസത്തെ സീസ് ഫയറിന് സമ്മതിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം രണ്ട് നേതാക്കളുമായി, നെതന്യാഹുവും അതുപോലെ ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഔണുമായി ടെലിഫോണിൽ സംസാരിച്ചതിന് ശേഷം രണ്ട് കൂട്ടരും ഈ ഒരു വെടിനിർത്തലിന് സമ്മതിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇന്ന് UAE സമയം പാതിരാത്രിക്ക് ശേഷമാണ് ഈ വെടിനിർത്തൽ നിലവിൽ വരുന്നത്. അതേസമയം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് വരെ ഏതാണ്ട് സമയം 8:30 നെതന്യാഹുവിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊരു പ്രസ്താവന ഇത് അംഗീകരിച്ചതായി വന്നിട്ടില്ല. പക്ഷേ ലെബനൻ്റെ പ്രധാനമന്ത്രി നവാഫ് സലാം ഈ വെടിനിർത്തൽ അംഗീകരിച്ചിരിക്കുന്നു, വെൽക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ ട്രംപിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വരുന്നതിന് മുൻപ് ഇന്ന് ഇസ്രായേലിൽ ഒരു സെക്യൂരിറ്റി ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഇത് ഈ സീസ് ഫയർ വേണോ വേണ്ടയോ എന്നുള്ളതൊരു വോട്ടിങ്ങിൽ വെക്കുകയും പക്ഷേ ആ വോട്ട് പാസ്സാവാതെ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ്. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ഇനി എന്താണ് ഇത് ഇസ്രായേലിൽ നിന്ന് വരുന്ന പ്രസ്താവനകൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ അതേസമയം തന്നെ ഇന്ന് ഹാരറ്റ്സ് ന്യൂസ് പേപ്പർ, ഇസ്രായേലി ന്യൂസ് പേപ്പർ, ഈ സീസ് ഫയറിന് വേണ്ടി ഇസ്രായേലി മീഡിയ തയ്യാറാവുകയാണ്, ഇസ്രായേലി മിലിറ്ററി തയ്യാറാവുകയാണ് എന്നൊരു വാർത്ത ഹാരറ്റ്സ് ചില ഇസ്രായേലി ഒഫീഷ്യൽസിനെ കോട്ട് ചെയ്തുകൊണ്ട് പബ്ലിഷ് ചെയ്തിരുന്നു. സോ വെൻ വി പുട്ട് ഓൾ ഓഫ് ദിസ് പുട്ട് ടുഗെദർ മേ ബി ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ പോലെ ചർച്ചകൾ നടക്കുകയും നെതന്യാഹു ഇതിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സീസ് ഫയർ നിലവിൽ വന്നതിന് ശേഷം ലെബനൻ ആയിട്ടുള്ള നടക്കുന്ന യുദ്ധം സീസ് ഫയറിൽ ഉൾപ്പെടുത്തില്ല എന്ന് പിടിവാശി വെച്ചിരുന്ന ആളാണ് നെതന്യാഹു. ഭയങ്കര പ്രഷറാണ് അദ്ദേഹത്തിൻ്റെ പുറത്ത് ഉണ്ടായിരുന്നത്, സോ ടു ഇൻക്ലൂഡ് ലെബനൻ ഓൾസോ ഇൻ ടു ദ സീസ് ഫയർ. ഇപ്പോൾ അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് നേതാക്കളെയും അമേരിക്കയിലേക്ക് ഒരു ചർച്ചയ്ക്കായി അടുത്ത ആഴ്ച ചൊവ്വാഴ്ച താൻ ക്ഷണിച്ചിട്ടുണ്ട്. അവർ ചൊവ്വാഴ്ച ഈ ചർച്ചകൾ നടക്കും. 34 വർഷങ്ങൾക്ക് ശേഷമാണ് ലെബനനും ഇസ്രായേലും തമ്മിലുള്ള രണ്ടുപേരുടെ നേതാക്കളും നേരിട്ടുള്ള ഒരു ചർച്ച നടക്കാൻ പോകുന്നത്. സോ മേ ബി ഇറ്റ് ഈസ് സംതിങ് ഗുഡ് വിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. ഇങ്ങനെ ഒരു സീസ് ഫയർ നിലവിൽ ഇന്ന് പാതിരാത്രി വരുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ഉച്ചയ്ക്ക് പോലും ഹെസ്ബൊള്ളയും ഇസ്രായേലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അറ്റാക്കുകൾ, ഹെസ്ബൊള്ളയുടെ ഇസ്രായേലിലേക്കുള്ള റോക്കറ്റ് അറ്റാക്കുകളും തിരിച്ച് ഇസ്രായേലിൻ്റെ അറ്റാക്കുകളും നടന്നിരുന്നു. ഇന്നൊരു വലിയ പാലം കസ്മിയ പാലം ഇസ്രായേൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഇന്ന് സൗത്ത് ലെബനനിൽ. ഇത് ഏതാണ്ട് 1 ലക്ഷത്തി തൊട്ട് 1.5 ലക്ഷം വരെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പാലമാണ് ഇന്ന് ഇസ്രായേൽ തകർത്തത്. അപ്പോൾ ഏതാണ്ട് സൗത്ത് ലെബനനെ പൂർണ്ണമായും റെസ്റ്റ് ഓഫ് ദ കൺട്രിയിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് കളയുന്ന തരത്തിലാണ് ഈ പാലം പകുതി വെച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ രക്ഷാപ്രവർത്തകരെ ഇന്ന് 4 രക്ഷാപ്രവർത്തകരാണ് ഇന്ന് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ വലിയൊരു വാർ തിയേറ്റർ നടന്നിരുന്നത് ലെബനനിലുള്ള ഹെസ്ബൊള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിലാണ്. സോ മേ ബി ഇഫ് ദാറ്റ് സീസ് ഫയർ ഇസ് ഗുഡ് ന്യൂസ് ഇഫ് ഇറ്റ് ഹോൾഡ്സ്. മറ്റൊന്ന്, നമുക്ക് പാകിസ്ഥാൻ്റെ ഈ ഡിപ്ലോമാറ്റിക് ചർച്ചകൾ എവിടം വരെ എത്തിയെന്ന് നോക്കാം. ഇന്ന് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ഖത്തറിലെത്തി ഖത്തർ എമിറുമായി ചർച്ച നടത്തിയിരുന്നു. ഇത് 2ാം വട്ട ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരു ചർച്ചകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത് ആസ് പാർട്ട് ഓഫ് ദെയർ ഗ്രൗണ്ട് വർക്ക് ഫോർ ഡിപ്ലോമസി. അതുപോലെ തന്നെ ഇന്നലെ അദ്ദേഹം സൗദി അറേബ്യയിലായിരുന്നു, നാളെ ടർക്കിയിലേക്കാണ്. അതുപോലെ പാകിസ്ഥാൻ്റെ ആർമി ചീഫ് ആസിം മുനീർ ഇന്ന് തെഹ്റാനിലെത്തി പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബാഫിനെ കണ്ടിരുന്നു. അദ്ദേഹം മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി അവിടെയും ചർച്ചകൾ നടത്തിയിരുന്നു. അദ്ദേഹം ഇതുപോലെ ഈ തെഹ്റാനിലെ വിസിറ്റിന് ശേഷം അമേരിക്കയിലേക്ക് പോയി US-ഉമായി ഒരു ചർച്ച നടത്താൻ സാധ്യതയുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ അത് രണ്ട് സൈഡിൽ നിന്നും ഒരു ഒഫീഷ്യലായി ഔദ്യോഗികമായി കൺഫർമേഷൻ ഇല്ലാത്ത വാർത്തകളാണ്. അപ്പോൾ ഈ 2ാം ഘട്ട ചർച്ച നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും അതിനൊരു ഡേറ്റോ സമയമോ ഇതുവരെ രണ്ട് കൂട്ടരും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ഈ സീസ് ഫയർ എക്സ്റ്റൻഷനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇനി നമുക്ക് ഹോർമുസിൽ കടലിടുക്കിൻ്റെ എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നോക്കിയാൽ, ഇന്ന് ആഗോള എനർജി പ്രതിനിധി IEA ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ തലവൻ ഫത്തീഹ് ബറോൾ പറഞ്ഞിരിക്കുന്നത് യൂറോപ്പിൽ ഇനി 6 ആഴ്ചത്തേക്ക് മാത്രമുള്ള ജെറ്റ് ഫ്യൂവലുകളെ ബാക്കിയുള്ളൂ. ഇതൊരു ലാർജസ്റ്റ് എനർജി ക്രൈസിസ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ 6 ആഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസലേഷനും ഫ്ലൈറ്റുകൾ തന്നെ പൊങ്ങാത്തൊരവസ്ഥയും
യൂറോപ്പിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കറിയാം ലോകമെമ്പാടും തന്നെ പെട്രോൾ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഇതിനെല്ലാം വില കൂടിയിരിക്കുകയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ കൂടെയുള്ള ഫ്രീ ഷിപ്പിംഗ് ഇപ്പോഴും നടക്കാത്തതിനാലാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു എനർജി ക്രൈസിസ്, ഇക്കണോമിക് ക്രൈസിസ് ലോകം നേരിടുന്നത്. അത് യൂറോപ്പിനെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ ഇന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കരാറുകൾ ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ യുദ്ധത്തിന് തിരിച്ചു പോകാൻ അമേരിക്കൻ ഫോഴ്സസ് റെഡിയായിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം ഇന്നൊരു ഇറാനോടുള്ള ഭീഷണി. അദ്ദേഹം അതുപോലെ തന്നെ ഈ ഹോർമസ് കടലിൽ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ഈ ഉപരോധം ഇറാനെ സഹായിക്കുന്ന എല്ലാ കപ്പലുകളെയും അമേരിക്ക ലക്ഷ്യമിടുമെന്നും അതുപോലെ തന്നെ ഇതിനെ ഒരു ഓപ്പറേഷൻ ഇക്കണോമിക് ഫ്യൂറി, കാരണം എങ്ങനെയെങ്കിലും എക്കണോമിക്കായി സാമ്പത്തികമായി വലിയൊരു പ്രഹരം ഇറാൻ്റെ മേലെ ഏൽപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചാണ് ഇത് നടത്തുന്നത്. അവർ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് പറയുന്നത് ഇത് എല്ലാ രാജ്യത്തിൻ്റെ കപ്പലുകൾക്കും ഈ ഉപരോധം ബാധകമാണ്. ഇറാനിൻ്റെ പോർട്ടുകളുമായി ബന്ധപ്പെടുന്ന എല്ലാ കപ്പലുകളെയും അമേരിക്ക ശക്തി ഉപയോഗിച്ചാണെങ്കിലും തടുക്കുമെന്നുമാണ്. മാത്രമല്ല 13 കപ്പലുകളാണ് ഇതുവരെ അമേരിക്ക തിരിച്ചു പറഞ്ഞയച്ചിട്ടുള്ളതെന്നാണ് US ഇന്ന് അവകാശപ്പെടുന്നത്. ഇന്ന് പോപ്പ് ലിയോയിൻ്റെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് വളരെ ശ്രദ്ധാർഹമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബില്യണുകൾ യുദ്ധത്തിന് വേണ്ടി ചെലവാക്കാൻ ചില നേതാക്കൾ തയ്യാറാണ്, പക്ഷേ പുനർനിർമ്മാണത്തിനുള്ള പണം ഇല്ല. അതുപോലെ ചില നേതാക്കളാണ് ഇങ്ങനെ ദൈവത്തിൻ്റെ നാമത്തിൽ യുദ്ധം നടത്തുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത്തരത്തിലുള്ള പോപ്പിൻ്റെ വിമർശനങ്ങളാണ് ട്രംപിനെ ഏറ്റവും ചുടിപ്പിക്കുന്നതും. അദ്ദേഹം ഇപ്പോൾ പോപ്പിനെ നേരിട്ട് അദ്ദേഹം വിമർശിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറത്തുവിടുന്നത് അതുകൊണ്ടാണ്. അതുപോലെ ഇന്ന് നരേന്ദ്രമോദിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും തമ്മിൽ ഒരു ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയൊക്കെ തന്നെയാണ് ചർച്ച. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. നമുക്കിനി അടുത്ത മണിക്കൂറുകളിലാണ് സീസ് ഫയർ തുടങ്ങാൻ പോകുന്നത്. വെദർ സീസ് ഫയർ വിൽ ഹോൾഡ് ഓർ നോട്ട് എന്ന് നമുക്ക് നോക്കിക്കാണാം. ഇനി നാളെ എന്താണ് അടുത്ത അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.